കണ്ണേറ് കാരണം നിങ്ങൾ ബുദ്ധിമുട്ടാറുണ്ടോ? എനിക്ക് കണ്ണേറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ബുദ്ധിമുട്ട് മാറ്റിയത് വേറൊരു രീതിയിലാണ് മാത്രം. അതാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഈ കണ്ണേറ് ഉണ്ടോ എന്ന് അറിയണത് ഒരു കാരണവും ഇല്ലാണ്ട് നല്ല ക്ഷീണം വരിക, മനസ്സിന് വല്ലാത്ത ഭാരം തോന്നുക, ഉറക്കമില്ലായ്മ, വെറുതെ ദേഷ്യം വരിക, എല്ലാവരുടെ അടുത്തും ദേഷ്യപ്പെടുക, ഒറ്റപ്പെട്ടു പോവുക, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ കണ്ണേറിന്റെ ഒരു കാരണം കൂടിയാണ്. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെള്ളത്തില് ഒരു സ്പൂണ് ഉപ്പിടുക. നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും ക്ലോക്ക് വൈസ് ആയിട്ട് 3 തവണ അത് ഒഴിയുക. ഈ വെള്ളം ഒഴിഞ്ഞതിന് ശേഷം മുറ്റത്തേക്ക് ഒഴിച്ചു കളയുകയാണ് വേണ്ടത്. അതുപോലെ വീട്ടിൽ പൂച്ചയെ വളർത്തുന്നുണ്ടെങ്കിൽ കണ്ണേറ് നിങ്ങൾക്ക് തട്ടുക തന്നെ ഇല്ല. അതുപോലെ വീട്ടിലേക്ക് പൂച്ച വരുന്നുണ്ടെങ്കിൽ അതിനെ ആട്ടി പായ്ക്കാൻ നിൽക്കാൻ പാടില്ല. അതായിട്ട് സ്വയം പോകുന്നത് നല്ലത്. കാരണം വീട്ടിൽ അങ്ങനെ കണ്ണേറുണ്ടെങ്കിൽ ആ എനർജി പൂച്ച വലിച്ചോണ്ട് പോകുന്ന പറയണം. നിങ്ങൾക്ക് വേണച്ച പാല് കൊടുക്കുന്നത് നന്നായിരിക്കും. കണ്ണേറും കൂടോത്രവും നല്ല വ്യത്യാസമുണ്ട്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കൂടോത്രമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം അപ്പോൾ തന്നെ കൂടോത്രം ഫലിക്കില്ല. 4 വർഷമെങ്കിലും കഴിയണം, എന്നാൽ മാത്രമേ കൂടോത്രം ഫലിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ അസൂയയും കണ്ണേറും നിങ്ങളെ വല്ലാതെ ബാധിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരു ചെറിയ കണ്ണാടി എടുത്ത് പുറം തിരിച്ചു വെക്കുക. ഇത് ശരീരത്തിന് ചുറ്റും വട്ടത്തിൽ ഒഴിയുക. എന്നിട്ട് പറയുക, എന്റേതല്ലാത്ത എനർജി സമാധാനത്തോടെ തിരികെ പോകൂ. ശേഷം ആ കണ്ണാടി ഒരു തുണി കൊണ്ട് മൂടി വെക്കുക. വീടിനുള്ളിൽ വല്ലാത്തൊരു മുറുക്കമോ ഭാരമോ അസ്വസ്ഥതയോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? അത് കൂടോത്രമല്ല, അത് കണ്ണേറാണ്. കണ്ണേറാണെങ്കിൽ കർപ്പൂരമോ ചന്ദനത്തിരിയോ കത്തിക്കുക. വീട്ടിനുള്ളിൽ എല്ലാവരുടെയും കർപ്പൂരത്തിന്റെ ചന്ദനത്തിരിയുടെ പുക എത്തണ രീതിയിൽ നിങ്ങൾ എല്ലാവരുടെയും ഒന്ന് നടക്കുക. ഇത് നടക്കുമ്പോൾ എല്ലാ ജനലുകളും വാതിലുകളും നിങ്ങൾ തുറന്നിട്ടിരിക്കണം. തുടർച്ചയായി ചെറിയ പ്രശ്നമോ നിർഭാഗ്യമോ നിങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെടാറുണ്ടോ? അപ്പോൾ നിങ്ങളുടെ വീടിന്റെ വാതിന്റെ മുന്നിൽ ചെറുനാരങ്ങയും 7 പച്ചമുളകും കോർത്ത് അവിടെ തൂക്കി വെക്കുക. ഇത് എല്ലാ ആഴ്ചയും മാറ്റിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അങ്ങനെയുള്ള പൊതുസ്ഥലത്തോ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒരിക്കലും നിങ്ങൾ കാണിക്കരുത്. അങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും കണ്ണേറ് കിട്ടും. കാരണം നിങ്ങൾ കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ്, റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾക്ക് പുതിയ കാറ് വാങ്ങിയത്, നിങ്ങൾക്ക് ഇത്ര പൈസ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞു നടക്കുമ്പോൾ നിങ്ങൾക്ക് അത് സന്തോഷം തോന്നും. പക്ഷെ അത് കാണുന്ന ഒരാൾക്ക് സന്തോഷം തോന്നില്ല. കാരണം എനിക്കതില്ലല്ലോ എന്നുള്ള അസൂയാണ് അവർക്ക് ഉണ്ടാവുക. അവരുടെ മനസ്സിലെ കുശുമ്പ് കാണുമ്പോൾ പലർക്കും സന്തോഷം തോന്നാറുണ്ട്, പക്ഷെ അവരത് കണ്ണെറിയാൻ വളരെ സാധ്യത കൂടുതലാണ്. അവർ നിങ്ങൾക്ക് കണ്ണെറിഞ്ഞിട്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. കുറേ കാലം കഴിഞ്ഞിട്ട് സർവ്വതും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അങ്ങനെ കണ്ണേറ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് പെട്ടെന്നൊരു കാരണമില്ലാത്ത തലവേദന, ക്ഷീണം, മനസ്സിനൊരു അസ്വസ്ഥത, നല്ലതായി നടന്ന കാര്യങ്ങൾ അപ്രതീക്ഷിതമായി തടസ്സപ്പെടുക, കുട്ടികൾ, വീട്, വാഹനം പെട്ടെന്ന് പ്രശ്നങ്ങൾ കാണിക്കുക, അതായത് വീട്ടിൻ്റെ ഉള്ളിൽ ചോർച്ച, വെറുതെ പുറ്റ്, വിഷപ്പാമ്പുകളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ തൊടിയിൽ ഒരു ചേരപ്പാമ്പുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. കാരണം കണ്ണേറുള്ള വീട്ടിൽ ചേരപ്പാമ്പ് ഉണ്ടാവില്ല. അങ്ങനെ വിഷപ്പാമ്പുകൾ വന്നാലും ആ വിഷപ്പാമ്പിനെ എല്ലാം ചേരപ്പാമ്പ് ഓടിക്കുകയോ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ പട്ടിയെ പോലെ തന്നെ ചേരപ്പാമ്പും നിങ്ങളുടെ വീട്ടിനൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. പക്ഷെ വീട്ടിൽ കോഴിയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഈ ചേരപ്പാമ്പ് എന്തായാലും അതിനെ എടുത്ത് തിന്നുകയും ചെയ്യും. ഉറക്കം കൃത്യമല്ലാതാവുക, കാരണം കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക, എത്ര ആരുടെ അടുത്ത് സംസാരിച്ചാലും ഒരു മനസ്സമാധാനം കിട്ടാണ്ടിരിക്കുക, ഇതെല്ലാം കണ്ണേറിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ കണ്ണേറിന് കുറച്ച് മാനസിക ആശ്വാസം കിട്ടണമെങ്കിൽ ചൂടുള്ള കൽക്കരി അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളത്തിലിടുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് കണ്ണേറിന് കുറച്ച് ആശ്വാസം കിട്ടും. ഒരു കണ്ണേറ് വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും തലവേദനയും പനിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആദ്യം ജോത്സ്യനെയോ ഇതിൻ്റേതായിട്ടുള്ള ആൾക്കാരെയോ നിങ്ങൾ കാണരുത്. ആദ്യം നല്ല ഡോക്ടറിൻ്റെ അടുത്ത് കാണുക. എന്നിട്ട് മാത്രമേ ഈ വഴി സ്യൂഡോ സയൻസ് ആയിട്ടുള്ള വഴികൾ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടുകയുള്ളൂ. കണ്ണേറ് ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഊതിയ ശരിക്കും പറഞ്ഞാൽ കണ്ണേറ് സാധാരണ പോവാറുണ്ട്, ചെറുതൊക്കെ ആണെങ്കിൽ. പക്ഷെ കൂടോത്രം അവർ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തോ നിങ്ങൾ വാങ്ങിയ വാഹനത്തിലോ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരാൾ കണ്ണെറുകയോ കൂടോത്രം ചെയ്യുകയോ ചെയ്യുമ്പോൾ അതെന്തായാലും അപ്പോൾ തന്നെ ഫലിക്കുകയില്ല. 3.5 വർഷമോ 5 വർഷത്തിനോ ഇടയിലൊക്കെയാണ് ഇതെന്തായാലും ഫലിച്ചു തുടങ്ങുകയുള്ളൂ. അതൊരു 7.5 ശനി വന്ന പോലെ ലക്ഷണങ്ങൾ കാണിക്കും, പക്ഷെ അതൊരു 7.5 ശനി ആയിരിക്കില്ല, അത് കണ്ണെറിഞ്ഞതായിരിക്കും. അപ്പൊ അത് മാറ്റാൻ ഇതുപോലത്തെ വേറെ ആൾക്കാരുകളുണ്ട്, അവരോട് സമീപിക്കുന്നതായിരിക്കും നല്ലത്.